ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബട്ടർ നാൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഗാർലിക് ബട്ടർ നാനും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ബട്ടർ ചിക്കൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ നാനാണിത്. ഈസ്റ്റൊന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടി മുഴുവനായിട്ടൊന്ന് നനഞ്ഞ് വരുമ്പോൾ നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡോ അല്ല വേണ്ടത്, കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആയിരിക്കും ഇത്. ഞാനിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കണം. എന്നിട്ടൊരു നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. 1 മണിക്കൂറെങ്കിലും ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഞാനിത് കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ മാവിനെ ചെറിയ ബോൾസായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം. 5 മീഡിയം വലിപ്പത്തിലുള്ള ബോൾസായിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയ നാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 6 ബോൾസ് വരെയായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിനൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തുന്ന ആ ഒരു പലകയിൽ കുറച്ച് ഫ്ലോർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മൈദയിൽ ഈ ബോളൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് റോൾ ചെയ്തെടുക്കാം. കറക്റ്റ് വട്ടത്തിലല്ല പരത്തിയെടുക്കേണ്ടത്, കുറച്ച് നീളത്തിലാണ് പരത്തേണ്ടത്. അതുപോലെ ഒരുപാട് കട്ടി കുറച്ച് പരത്തുകയും ചെയ്യരുത്. ഈ ഒരു കനത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ പരത്തിയെടുത്ത നാൻ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ ഒരു സമയത്ത് ഒരു മീഡിയം ഹൈ ഹീറ്റിൽ ഒരു കാസ്റ്റ് അയണിൻ്റെ തവ നമുക്ക് ചൂടാക്കാനായിട്ട് വെക്കണം. നോൺ സ്റ്റിക്കിൻ്റെ തവ എടുക്കാത്തതാണ് നല്ലത്. ഇനി നമുക്ക് ഗാർലിക് ബട്ടർ നാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പരത്തിയെടുത്ത പോലെ തന്നെ ഞാൻ പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഇതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിനൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ചപ്പാത്തിക്കുഴയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിത് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന നാനിൽ കുറച്ച് വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ചൂടായിട്ടിരിക്കുന്ന തവയിലേക്ക് ഇത് ഒട്ടിച്ച് വെച്ച് കൊടുക്കണം. ആ വെള്ളം വരുന്ന ഭാഗം തവയിൽ ഒട്ടുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കുറച്ച് സമയം കഴിയുമ്പോൾ അതിലേക്ക് ചെറിയ ബബിൾസൊക്കെ പൊങ്ങി വരും. അപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ടാവും. എന്നിട്ട് പതുക്കെ ഈ തവ എടുത്തിട്ടൊന്ന് മറിച്ച് വെച്ച് കൊടുക്കണം. ഡയറക്റ്റ് ഫ്ലെയിമിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ പതുക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തും ചൂടെത്തുന്ന രീതിയിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിന് മുകളിൽ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ടൊരു ചട്ടകം വെച്ചിട്ട് പതുക്കെ അതിനെ ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബട്ടർ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഗാർലിക് ബട്ടർ നാനും ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്ക് തവയാണുള്ളതെങ്കിൽ അതിനെ ഒരു സൈഡ് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം മറ്റേ സൈഡ് ഒന്ന് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുത്താലും മതി. ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്, ചെറിയ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം നമുക്കിതിനെ തവയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് ബട്ടർ കൂടി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഈ ബട്ടർ നാൻ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ ഇത് ചുട്ട ഉടനെ തന്നെ ഒരു ടവൽ വെച്ചിട്ട് കവർ ചെയ്ത് വെക്കണം. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇതിരിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.